والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم إلى آخر الآية صدق الله مولانا العلي العظيم ما من مؤمن إلا وأنا أولى به في الدنيا والآخرة قال رسول الله صلى الله عليه وسلم. ആദരണീയരായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അഷറഫ് മിസ്ബാഹ് ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, പ്രത്യേകിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന അതിഥികളായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ശരിയായ ആശികീങ്ങളായി അല്ലാഹു നമ്മെ എല്ലാം പരിവർത്തിപ്പിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം എന്ന് പറയുന്നത് ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ്. ഇനി 1600-ാം ആണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന ആരും ഉണ്ടാകണമെന്നില്ല 100 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ശരിക്കും ഒരു അസുലഭ സന്ദർഭമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിന് നാം അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നിയോഗിച്ചതിനെ കുറിച്ച് നൽകുന്ന സൂചന തന്നെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ എന്ന വിശുദ്ധ വചനത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകിയ ഒരു സഹായമെന്നോ ഔദാര്യമെന്നോ അല്ല പറഞ്ഞത്, മന്നല്ലാഹ് മഹത്തായ ഔദാര്യമായി ചെയ്തതെന്നാണ്. ഈ ഔദാര്യം കൊണ്ടാണ് നാം ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം നേടിയിരിക്കുന്നത്. ഇതില്ലായിരുന്നുവെങ്കിൽ നാശത്താലുള്ള ഒരു വൻകുഴിയുടെ വക്കത്തായിരുന്നു നിങ്ങൾ. അള്ളാഹു ഈ പ്രവാചകനിലൂടെ, ഈ ഖുർആനിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തി. ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത് നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നുവെങ്കിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് ഇവിടെ വന്നിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതി കേൾപ്പിക്കുകയും വയുസക്കീഹിം നിങ്ങളെ സംസ്കരിക്കുകയും വയുഅല്ലിമുഹുൽ ഹിക്മത കിതാബ വൽ ഹിക്മ ആ പ്രവാചകൻ നമുക്ക് ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു തന്നു. അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കള്ളം പെണ്ണും യുദ്ധവുമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ആളുകൾ, ഫിലിപ്പ് കെ ഹിച്ച് എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് ചിന്തകൻ, പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ സെമിറ്റിക് ഭാഷാ വിഭാഗത്തിന്റെ തലവനായ പ്രൊഫസർ ഫിലിപ്പ് കെ ഹിച്ച് പറഞ്ഞത്, അറബികളുടെ ജീവിതത്തിന്റെ ആകെ ലക്ഷ്യം 3 W's made life perfect. 3 W's ഉണ്ടെങ്കിൽ ജീവിതം സാക്ഷാത്കരിച്ചുവെന്ന് കരുതിയവരായിരുന്നു ഒരു കാലഘട്ടത്തിലെ അറബികൾ. കള്ളുപള്ളി യുദ്ധം, വൈൻ വാർ വിമൻ, ഇതായിരുന്നു ആകപ്പാടുള്ള അവരുടെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചു. അവരെ തത്വജ്ഞാനികളാക്കി, ചിന്തകന്മാരാക്കി,
ഫണ്ടമെന്റലിസ്റ്റായ ക്രിസ്ത്യാനിയായ ഫിലിപ്പ് ഹിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ യൂറോപ്യന്മാർ സായിപ്പന്മാർ എ ഡേഞ്ചറസ് കസ്റ്റം അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ അന്നത്തെ ആളുകൾ കുളിക്കുന്നത് പോലും എ ഡേഞ്ചറസ് കസ്റ്റം, അപകടകരമായ പ്രവണതയായി കരുതിയിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തസ്കീയ കിട്ടിയ, ഹിക്മത്ത് കിട്ടിയ, വിജ്ഞാനം കിട്ടിയ മുസ്ലിം പണ്ഡിതന്മാർ കൊർഡോവ എന്ന് പറയുന്ന സ്പെയിനിലെ അതിമനോഹരമായ പട്ടണത്തിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ ശാസ്ത്രത്തിന്റെ സർവ്വശാഖകളിലുമുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ഫ്രാൻസിൽ നിന്നും അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഓക്സ്ഫോർഡിലേക്ക് വരുമായിരുന്നു. വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്ന അന്നത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ, കോർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പ്രേരകമായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവായിരുന്നു. ആ പ്രവാചകൻ 63 വയസ്സ് വരെ ലോകത്ത് ജീവിച്ചെങ്കിൽ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷമുള്ള 23 സംവത്സരങ്ങൾ കൊണ്ട് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചു. വൈജ്ഞാനിക രംഗത്ത്, ധാർമ്മിക രംഗത്ത്, സാമൂഹ്യ ബോധത്തിന്റെ രംഗത്ത് എന്നുവേണ്ട ജീവിതത്തിന്റെ അഖില മണ്ഡലങ്ങളിലും അത്ഭുതം സൃഷ്ടിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തിയ പാശ്ചാത്യ ചരിത്രകാരന്മാരും ചിന്തകന്മാരും പറഞ്ഞു പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ടോ എന്ന്. ലാമാർക്കൻ എന്ന് പറയുന്ന ചിന്തകനായ ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ടക്സ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പ്രവാചകന്റെ അനുതര സാധാരണമായ ഗുണങ്ങൾ ഓരോന്നായി എണ്ണി പറയുന്നു. ഫിലോസഫർ, അപ്പോസ്റ്റൽ, ലെജിസ്ലേറ്റർ, വാരിയർ, conqueror of ideas, the restorer of rational belief of a cult without images, the founder of 20 terrestrial empires and with one spiritual empire. ദർശനജ്ഞൻ, വാഗ്മി, ദൈവദൂതൻ, നിയമനിർമ്മാതാവ്, യോദ്ധാവ്, ആശയങ്ങളുടെ അധിപൻ, യുക്തിചിന്തയുടെയും ബിംബങ്ങളില്ലാത്ത ഒരു വിശ്വാസ സംഹിതയുടെയും പുനഃസ്ഥാപകൻ, 20 ഭൗമിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും സ്ഥാപകൻ. With regards all standards whereby human greatness may be measured. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മഹോന്നതമായ ഗുണങ്ങളും വെച്ചളന്നു നോക്കിയാൽ we may well ask, നാം ചോദിക്കാൻ നിർബന്ധിതരായി പോകും, is there any man greater than he? മുഹമ്മദ് നബിയേക്കാൾ വലിയ ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ലാമാർക്കൻ ഈ ചോദ്യം ചോദിച്ചിട്ട് സ്വയം തന്നെ മറുപടി പറയുന്നു, no man is greater than he. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉന്നതനായ ഒരു വ്യക്തിത്വത്തെ ഈ ഭൂമി ഒരു മാതാവും ജനിപ്പിച്ചിട്ടില്ല. അതാണ് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവർ. ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളെക്കാളും, സ്വർഗത്തെക്കാളും, അർശിനെക്കാളും, കുർസിയിനെക്കാളും, ജൗഹരിനെക്കാളും, കലമിനെക്കാളും, മക്കയെക്കാളും അഷ്റഫായ ശ്രേഷ്ഠവാനായ വ്യക്തിത്വമാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫൽ മുഖ്താറാണ് അഷ്റഫുൽ ഖൽഖ്. വറബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താറു മാ കാന ലഹുൽ ഖിയറ. അല്ലാഹു ഈ ലോകത്ത് ഔന്നത്യം നൽകിയ വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാരെങ്കിൽ ആ പ്രവാചകന്മാരിൽ നിന്നും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. അതാണ് മുസ്തഫൽ മുഖ്താർ. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ദൂനിഹിൽ അബ്താലു ഫീ കുല്ലിൽ വറ മിൻ സാബിഖിൻ ഔ ഹാദിരിൻ ഔ ആതി. ഒരു ഭൗതികവാദിയായ അറബി ഭാഷാ പണ്ഡിതൻ തന്നെ പറഞ്ഞു പോയി, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദൂനിഹിൽ അബ്താൽ, ഇവിടുത്തെ എല്ലാ നായകന്മാരും സർവ
കഴിവുകൾ ആർജിച്ചുള്ള വ്യക്തിത്വങ്ങളും മിന്തൂനി ആ പ്രവാചകന്റെ പുറകിലേ വരൂ. മിൻസാഹിക്കും കഴിഞ്ഞു പോയവരിലും ഔഹാദൻ നിലവിലുള്ളവരിലും ഔഹാത്തി ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിലും അവരെല്ലാം പ്രവാചകന്റെ പുറകിലേ നിൽക്കൂ. മുമ്പിൽ കയറാനുള്ള അർഹത അവർക്കാർക്കുമില്ലെന്ന് ഭൗതിക വീക്ഷണത്തിലൂടെ തന്നെ ഭൗതികതയുടെ അളവുകോൽ കൊണ്ട് അളന്നു നോക്കിയിട്ട് തന്നെ ഇവരൊക്കെ വിലയിരുത്തുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളായ നാം ഈ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് ഹുബ്ബുൻ നബിയെ കുറിച്ച് ഈ ഹുബ്ബില്ലാതെ നമുക്ക് മുഅ്മിനാകാൻ കഴിയില്ല. ഹുബ്ബില്ലാത്തവന് ഈമാനിന്റെ അംശം പോലുമില്ല. ലാ മഹബ്ബത ലിമൻ ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടാത്ത ഒരുത്തന് ലാ ഈമാന ഈമാനിന്റെ നേരിയ അംശം പോലുമില്ല. അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും സകാത്ത് കൊടുത്താലും ധർമ്മം ചെയ്താലും അതുപോലുള്ള എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും യഥാർത്ഥത്തിൽ അത് സൽക്കർമ്മകമാകണമെങ്കിൽ മഹബ്ബത്ത് റസൂൽ അല്ലാഹുവിന്റെ റസൂലിനെ ഹുബ്ബ് ചെയ്യുന്ന ആ റസൂലിൽ ഹുബ്ബുള്ള വ്യക്തിത്വമായി മാറണം. എങ്കിൽ മാത്രമേ അവൻ ശരിയായ മുഅ്മിനാവുകയുള്ളൂ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ. പ്രപഞ്ചത്തിന്റെ സർവ്വ വസ്തുക്കളെക്കാളും ഞാൻ ഒരുവന് എന്ന് പ്രിയങ്കരനായി തീരുന്നില്ലേ, അവൻ മുഅ്മിനല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹൽ മക്തൂബു ഫീ അഅ്മാകിനാ അൻതൽ കിതാബു വ കുല്ലുനാ ഖുറാഉ. എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഒരു കവി പറയുന്നത്. യാ അയ്യുഹൽ മക്തൂബ്, അല്ലയോ പ്രവാചകരെ, അല്ലയോ എഴുതപ്പെട്ടവരെ, ഫീ അഅ്മാകി ഖൽബിനാ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എഴുതപ്പെട്ട അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അൻതൽ കിതാബു, ഞങ്ങളുടെ മജ്ജയിലും മാംസത്തിലും ഹൃദയത്തിലും തലച്ചോറിലുമെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അവിടുന്ന്. അൻതൽ കിതാബ്, അങ്ങാണ് ആ ഗ്രന്ഥം. ഞങ്ങളൊക്കെ അത് വായിക്കുന്നവരാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ പ്രവാചകന്റെ കൽപ്പനകൾ പരിപൂർണമായും ശിരസാവഹിക്കാനും നിരോധനകൾ വർദ്ധിക്കാനും തയ്യാറാകുമ്പോൾ തന്നെ അതിനൊക്കെ അവനെ പ്രേരിപ്പിക്കേണ്ടത് ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ കുറെ വിജയീ കക്ഷികൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവരുടെ വാദഗതി അനുസരിച്ച് ഹുബ്ബിന്റെ ആവശ്യമില്ല, ഇത്താഅത്ത് മതി, അനുസരണം മതി. ഇത് രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് പോലും അവർക്കില്ല. പ്രവാചകനെ അഭിസംബോധന ചെയ്ത സന്ദർഭത്തിൽ പോലും ഏറ്റവും സൂക്ഷ്മത പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു മുഅ്മിൻ. എവിടം വരെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല എന്ന് ഖുർആൻ കർശനമായി വിലക്കി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഖുർആനിന്റെ വളരെ ഗൗരവകരമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തൽ. ഒരു മുഅ്മിൻ പ്രവാചകനോട് എങ്ങനെയായിരിക്കണം ഹുബ്ബ് വെക്കേണ്ടതും എങ്ങനെ ഇടപെടണം എന്നുള്ളതിന്റെ ശക്തമായ ഒരു താക്കീത് ഖുർആൻ നൽകുന്നു. ഖുർആനിന്റെ ആ പദപ്രയോഗം, ആ ശൈലി, ആശയം യഥാർത്ഥത്തിൽ എത്ര ഗൗരവകരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, നമ്മെ വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബിബഅദിൻ, നിങ്ങൾ
പരസ്പരം ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. നിങ്ങൾക്ക് പോലും അറിയില്ല അമൽ ബാത്തിലായോ എന്ന്. എന്താ ഈ പറഞ്ഞതിന്റെ ആശയം? എന്താണ് ഇതിന്റെ ആശയം? പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ഖുർആൻ പറയുന്നത് നിങ്ങളുടെ അമലെല്ലാം പൊളിഞ്ഞു പോയെന്നാണ്. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ 59ാമത്തെ വയസ്സിൽ ഒരു സബറിൽ മൂവിക്കാത്തിൽപ്പെട്ട കുറ്റം ചെയ്താൽ, 7 മഹാപാപങ്ങളിൽപ്പെട്ട ഒരു കുറ്റം ചെയ്താൽ, ഒരുപക്ഷെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് വരും. പക്ഷേ 59 വർഷത്തെ അവന്റെ അഅ്മാലു സാലിഹ, നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒന്നും സംഭവിക്കില്ല അതിന്. അതേസമയം അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങൾ 1ാമത്തെ വയസ്സ് മുതൽ 59 വയസ്സ് വരെ ചെയ്ത സർവ നന്മകളും പൊളിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. ആളുകൾക്ക് സാധാരണ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് മുൻകാല പ്രാബല്യം പറഞ്ഞുകൊണ്ടാണ്. അതേസമയം മുൻകാല പ്രാബല്യത്തോടെല്ലാം ഒഴിവായെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. ഏത് കാര്യത്തിൽ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇവിടെ ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അടവില്ലാതെ സംസാരിച്ചാൽ തന്നെ അത് ശബ്ദം ഉയർത്തലാണ്. അടവില്ലാതെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാന്ന് വരത്തില്ല. അതാണ് സാധാരണ വാക്കിന്റെ അർത്ഥം. നിങ്ങൾക്ക് തോന്നിയെന്ന് വരത്തില്ല. 59 വർഷം വരെയുള്ള നിങ്ങളുടെ സർവ്വ അമലുകളും ഇല്ലാതായെന്നല്ല അവിടെ ഖുർആൻ പ്രയോഗിച്ചത്. അഹ്ബത അഅ്മാലിക്കും, തകർന്നു പോയെന്നാണ്. അത്രയും ഗൗരവമുള്ള കാര്യമാണിതെങ്കിൽ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, പച്ചയായ സാധാരണ മനുഷ്യൻ എന്നൊക്കെയുള്ള പ്രയോഗത്തിലൂടെയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവരുടെ വലിയ നേതാവെന്ന് അറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞത് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ അറബി പയ്യനായിരുന്നു നബി എന്നാണ്. സുബ്ഹാനല്ലാഹ്. സാധാരണ അറബി പയ്യനായിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുകയാണ്, എന്റെ കുട്ടിക്കാലത്ത് എന്നെ കാണുമ്പോൾ എനിക്ക് സലാം ചെല്ലുന്ന മലയുണ്ട് ഇവിടെന്ന്. ഞാൻ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് സലാം ചെല്ലുന്ന ഖബർ മലകൾ ഈ അറേബ്യയിൽ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ഈ വഹാബികളും മൗദൂദികളും തബ്ലീഗുകാരും ഒക്കെ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനാണോ? അനിതര സാധാരണ മനുഷ്യനാണോ? ഈ ഭൗതികവാദികളായ പാശ്ചാത്യർ പോലും അവിടുത്തെ വ്യക്തിത്വത്തെ ഇങ്ങനെ വാഴ്ത്തിയെങ്കിൽ അതിന്റെ നേരിയ ഒരു അംശം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ പുറകിൽ പോയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബിന് കിട്ടില്ല. ഹുബ്ബ് കിട്ടിയില്ലെങ്കിൽ എല്ലാം തകരുമെന്നുള്ള ബോധം ഇതുപോലുള്ള പരിപാടികളുടെ നമുക്കുണ്ടാകണം. മഹത്തായ ഈ സംവിധാനം ഇവിടെ ഒരുക്കിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിനും വിദ്യാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ തൽക്കാലം വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുസ്ലിം ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല